രാജ്യത്തെ സ്കൂളുകൾക്ക് ഉന്നത നിലവാരം നൽകാൻ ലക്ഷ്യമിട്ടുള്ളതാണ് PM ശ്രീ പദ്ധതി. ഈ പദ്ധതിയെ ചൊല്ലി സംസ്ഥാനത്ത് LDFിൽ ഭിന്നത ശക്തമാവുകയാണ്. പാർട്ടി നിലപാടിൽ മാറ്റമില്ല എന്ന് CPI ആവർത്തിക്കുമ്പോൾ പദ്ധതിയിൽ കേരളം ചേർന്നതിനെ ന്യായീകരിക്കുകയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPIക്ക് പിന്തുണയുമായി എത്തിയ കോൺഗ്രസ് CPM BJP ബന്ധമെന്ന ആരോപണം ശക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ CPI തർക്കം മുന്നണിയിൽ പ്രതിസന്ധിയാവുകയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം രൂക്ഷമാകുന്നത്. നേരത്തെ CPM-ഉം എതിർത്തുനിന്ന പദ്ധതിയാണ് PM ശ്രീ. വിദ്യാഭ്യാസ വകുപ്പിൽ ഈ മാറ്റങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കില്ല, കേന്ദ്രത്തിന്റെ നിലപാടുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് CPM നിലപാടെടുത്തു. പക്ഷേ പിന്നീട് ഈ പദ്ധതിയിൽ ചേർന്നില്ലെങ്കിൽ, PM ശ്രീയുമായി സഹകരിച്ചില്ലെങ്കിൽ 1400 പരം കോടി രൂപ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പിന് നഷ്ടപ്പെടുമെന്ന അവസ്ഥയുണ്ടായി. അതോടുകൂടി ഈ പദ്ധതിയിൽ സഹകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കുകയായിരുന്നു. പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ തീരുമാനമെടുക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ, മന്ത്രിസഭാ യോഗത്തിൽ CPI പ്രതിനിധികൾ, CPI മന്ത്രിമാർ എതിർപ്പ് അറിയിച്ചു. തുടർന്ന് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയാണ്. ഒരു തരത്തിലും അത് പിന്മാറാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി K രാജനുമൊക്കെ രംഗത്ത് വന്നത് പുതിയ പ്രതിസന്ധിയാണ് CPIയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ മുന്നണി ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്ന നിലപാടാണ് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ സ്വീകരിച്ചത്. ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം, വിദ്യാഭ്യാസ മേഖലയിൽ ഈ SSK എന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ടല്ലോ. എല്ലാ സ്കൂളുകളും നിരവധി പദ്ധതികളാണ് BRCയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത്. അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ സഹായം നൽകാൻ തയ്യാറാവുന്നില്ല. അതിനവർ ഈ കണ്ടീഷൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കണം ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഫണ്ട് കേരളത്തിന് ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. എന്നാൽ CPM BJP ബന്ധത്തിന്റെ രഹസ്യ ബാന്ധവത്തിന്റെ തെളിവായാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനെ കാണുന്നത്. CPI നിലപാടിൽ ഉറച്ചു നിന്നാൽ അവർക്ക് പിന്തുണയുമായി എത്തുമെന്നും KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റുമായും BJPയുമായും പല ആനുകൂല്യങ്ങളും രാഷ്ട്രീയമായ പല സഹായങ്ങളും CPM തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബന്ധം ഇന്നലകളിൽ രഹസ്യമായിരുന്നെങ്കിൽ ഇന്നത് പരസ്യമായിട്ട് മറനീക്കി ഈ ബന്ധം രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് LDFിൽ പോലും ചർച്ച ചെയ്യാതെ, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നത്. CPI നേതാക്കന്മാർ അതിനോടുള്ള വിയോജിപ്പ് വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലവർ ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ട്. ഒരു തരത്തിലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് CPI വ്യക്തമാക്കുന്നതോടുകൂടി ഒരു പുതിയ പ്രതിസന്ധിയാണ് സംസ്ഥാന മന്ത്രിസഭയിലും സർക്കാരിലും അതുപോലെ മുന്നണി ബന്ധത്തിലുമൊക്കെ ഉണ്ടാവുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പക്ഷേ CPI മന്ത്രിമാർ ഈ പദ്ധതിയിലെ എതിർപ്പ് വീണ്ടും മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചേക്കാം. പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നതിൽ കൃത്യമായൊരു ധാരണ CPI നേതൃത്വത്തിനുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ അത് സംസ്ഥാന താല്പര്യത്തിനും മുന്നണി നിലപാടുകൾക്ക് വിരുദ്ധമായുള്ള വന്നാൽ ആ ഘട്ടത്തിൽ ചോദ്യം ചെയ്യാമെന്ന നിലപാടാണിപ്പോൾ, അഭിപ്രായമാണിപ്പോൾ CPM-ഉം വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ സ്വീകരിക്കുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം PM ശ്രീ പദ്ധതിയിൽ പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. വിദ്യാഭ്യാസം ഒരു തെരഞ്ഞെടുപ്പ് വിഷയം ആയി ഉയർന്നു വരുമെന്ന് മനസ്സിലാക്കിയാണ് പദ്ധതി നടപ്പാക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചത്. വർഷങ്ങളായി സർക്കാർ PM ശ്രീ പദ്ധതി ചവിട്ടി നടപ്പാക്കാതിരിക്കുകയായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കുട്ടികൾക്ക് എത്രയോ നല്ലൊരു പോളിസിയാണ്. അവരുടെ ഭാവിക്കും അവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഒരു പോളിസിയാണ്. അതിനെ എവിടെ ചവിട്ടി വെച്ചിരിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോഴാണ് 3 മാസം ഇലക്ഷൻ വരുന്ന മുമ്പ് വിദ്യാഭ്യാസം ഒരു കൃത്യമായ ഒരു ഇഷ്യൂ ആവും എന്ന് കണ്ടു പേടിച്ചിട്ടാണ് ഈ സർക്കാർ ഇപ്പോൾ പറയുന്നത് PM ശ്രീ സ്കൂളും വേണം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും വേണം.